എന്താ അമ്മ ചെയ്യണേ? കിഴങ്ങാട്ടാ. കൊള്ളി കൊള്ളി കപ്പാന്നൊക്കെ പറയും. ഞങ്ങളുടെ അവിടെ കപ്പാന്നാ പറയാ, അല്ല പൂളാന്നാ പറയാ. കപ്പാന്നും എല്ലാവരും കൊണ്ടുവന്നാണ്. അപ്പൊ അതിന് പാൽക്കപ്പി ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവൂലേ? നമുക്കിത് വെച്ചിട്ടൊരു പാൽക്കപ്പി ഉണ്ടാക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയില് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും പറയട്ടെ, അപേക്ഷിക്കുകയാണ്. അതെ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നമുക്ക് വേണ്ട 1.5 കിലോ വാങ്ങിയതല്ല, പകുതിയൊക്കെ പോയി. എന്താണെന്ന് അറിയില്ല, പറ്റിച്ചോ എന്തോ അറിയില്ല. 1.5 തോന്നുള്ളത്. 1/2 കിലോ ഉണ്ടാവുക ദൈവത്തിനറിയാം. എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല 1.5 ഉണ്ടാവും. വേഗമെന്നാണ് പിന്നത്തെ ചോദ്യം. വെന്തില്ലെങ്കിൽ കേട് പോലെ തോന്നണമെന്നില്ല. വെന്താ കാണാൻ അതല്ല, വെന്തില്ലെങ്കിലേ കളയും, നമ്മൾ പെടും. കുഴപ്പമില്ല തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. ഇന്നലെ കൊണ്ടുപോയിട്ട് കളഞ്ഞു. ഒക്കെ കളഞ്ഞു. 3 പ്രാവശ്യമായി മേടിക്കണം, 3 കേട് വന്നു. അതെ, ദൈവത്തിനറിയാം. കടക്കാരും നമ്മളെ പറ്റിച്ചു. മൊത്തം തോൽവിയാണ്. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. ആരാണ് അവ പറഞ്ഞത്? ഒരു 100 ഗ്രാം പോയി. ഉള്ളതും പോയി. ഒക്കെ തോലിൽ അങ്ങോട്ട് പറിച്ചെടുത്താ. ഞങ്ങളുടെ പറയാൻ 110 മില്ലി പോയി. ഞാൻ നുറുക്കിയെടുക്കട്ടെ. അതെ, കപ്പ മതി. കപ്പ ഇത് പാൽക്കപ്പയാണ്, അപ്പൊ കപ്പ മതി. വേവിക്കാൻ വെക്കട്ടെ. കുക്കറിലിട്ട് 2 അടി അടിച്ചാൽ മതി. 2 കൊണ്ടാ, ഒറ്റ വിസിൽ മതിയോ? പായസക്കൊള്ളിയാണ്. ഇതിപ്പോ എത്ര കിലോ ഉണ്ട്? ഇത് ഒരു 1/4 കിലോ ഉണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചിലപ്പോ കട്ടൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. ശകലം ഉപ്പിടട്ടെ. സകല ഉപ്പ് കുറച്ചും കൂടി ഇട്ടോട്ടെ, വെള്ളം ഉണ്ടല്ലോ. വെള്ളത്തിൽ ഇങ്ങോട്ട് അലിഞ്ഞു വെക്കോളൂല്ലേ? ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയാ. ഒറ്റ വിസില് വരട്ടെ, അത് ഗ്യാസ് കത്തിക്ക്. വിസിൽ വരട്ടെ. നമുക്ക് തേങ്ങ ചെറിയ എടുക്കട്ടാ. ആരെടുത്ത വാശി അടച്ചോ? വെള്ളം എടുത്ത് വെക്കി. നാടൻ തേങ്ങ ഇത്തിരി കാട്ട് വെള്ളം. തേങ്ങ വെള്ളം ഗ്ലാസ് എടുത്തിട്ട് വരാം. ചെറിയ എടുക്കട്ടെ. എന്താച്ചാ തേങ്ങ ഇളനീര് പൊട്ടി എടുത്ത് കൊണ്ടുവന്നാണ്. അതല്ല, ഇത്ര വലുത് ഇളനീരിന്റെ വലിപ്പം ഉണ്ടല്ലോ. ഇതിന് ചകിരിയൊന്നും ഇല്ല, അങ്ങനെ തേങ്ങയാണ്. അതല്ല, സാധാരണ തേങ്ങന്റെ ചകിരി ഓടൊക്കെ ചേർത്തിട്ട് ഇത്ര വലിപ്പം ഉണ്ടാവാറുള്ളൂ. അത്രയും വലിപ്പം ഉണ്ടല്ലോ. ചിരകട്ടെ. എന്താ ചെയ്യണ്? ഉള്ളി വേണം. ഉള്ളി ഒന്ന് നേരെ എടുക്കണമെങ്കിൽ ചെറിയ ഉള്ളി തൊലിക്കാനാ പാടും. എൻ്റെ തോല് കളയാൻ ഭയങ്കര പണിയാണ്. ഇതിനുമ്പോ ഒരു ഉള്ളി എടുത്താ പോരെ വലുത്? സവാള പറ്റില്ല, ചെറിയ ഉള്ളി തന്നെ വേണം. ചെറിയ ഉള്ളി നേരാക്കട്ടെ. ടേസ്റ്റാണത്. നേരാക്കട്ടെ. വലിയൊരു 3 തേങ്ങാട്ടാ. വലുത് കണ്ടൂല്ലേ, പാത്രം പോലത്തെ. നന്നായി അരച്ചിട്ട് അതിൽ പാലെടുക്കണം. എത്ര? നന്നായി അരക്കുക. അതല്ല, എത്ര? 2 പാലൊക്കെ തന്നെ. ഒറ്റ പാല്. ഒരു 5 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ചതച്ചിട്ട് വരട്ടെട്ടോ. ചതക്കുക. കപ്പ വന്നാ നോക്കട്ടെട്ടാ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഭാഗ്യം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്.
ഇത് നൂറ്റിയെടുക്കട്ടെ കേട്ടാ. ഉം. കിഴങ്ങ് വെള്ളം കൂട്ടി കളഞ്ഞിട്ടാ. ആ ഇതിലേക്ക് ഇട്ടിട്ടാ കപ്പക്കിഴങ്ങ് എല്ലാം എടുക്കട്ടെ. ചൂട് കൊണ്ട് നന്നായി വന്നിട്ടുണ്ട്. നല്ല വേഗം കിഴങ്ങട്ടാ. പാൽ കപ്പാവണ്ടല്ലോ തന്ന്. ഏത് ഇത് നമ്മുടെ വലിയൊരു തേങ്ങന്റെ മുറിന്റെ വലിയൊരു മുറി തേങ്ങന്റെ പാല്. ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വ്യക്തമായി പറയണം. നിറയുണ്ട്. ബാക്കി എന്തത്ര പാലുണ്ടല്ലോ. അത് എനിക്ക് തരാൻ പറ്റുന്നു. എന്നാ അവിടെ വെച്ചോ. വെറുതെ പറഞ്ഞു. ഇനി വെള്ളം പോലെ കഴിക്കണല്ലേ. അപ്പൊ ശരിക്കും കൊള്ളിപ്പായസമായി. പാല് വെച്ചിട്ട് പഞ്ചസാരയും കൂടി ഇട്ട പായസം. ഇതാ ഓണാക്കി ഇതണ്ട പച്ചമുളക് ഉള്ളിയും കൂടി ചായച്ചത്, വെളുത്തുള്ളിയും വെളുത്തുള്ളി അതിൽ ഇതിട്ട് കൊടുക്കാം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളക്കട്ടെ. ഉം. നമ്മുടെ കുറുകി. ഉം. ഞാൻ നേരത്തെ കിഴങ്ങിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉം. ഉപ്പില്ല, ഇനി കുറച്ച് നമുക്ക് ഉപ്പിടാം. പാലിന് വേണ്ട ഉപ്പ് വേണ്ടേ? അതെ, നേരത്തെ കിഴങ്ങിനല്ലേ ഉപ്പുള്ളൂ, പാലിന് ഉപ്പ് വേണ്ടേ? ഇതാ കുറുകി. അത് കുറുകും. ചൂടാവട്ടെ അത് നന്നായിട്ട്. നമ്മുടെ പാൽ കപ്പ റെഡിയായി. എത്ര എളുപ്പമാണ്. ഇനി താളിച്ചെടുക്കണം. ആ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണോ. ആരും കഴിച്ചിട്ടുള്ള ഒരു കമ്പി ചെയ്യാം. നല്ല മണം. ചട്ടി വെച്ചിട്ട് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടാ. വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അഞ്ചാറ് ചെറുള്ളി, രണ്ട് വറ്റൽമുളക്, കറിവേപ്പില എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക. എന്താ മണല്ലേ. നമ്മുടെ പാൽക്കപ്പ അങ്ങനെ റെഡിയായി. അങ്ങോട്ട് ഒഴിച്ചാൽ പിന്നെ ഫിനിഷായി. ഫിനിഷായി. ഒഴിക്കല്ലേ. പൊളി. തന്നെ വായിൽ വെള്ളം വന്ന് നിൽക്കാൻ വയ്യ. നല്ല മീൻകറിയുണ്ട്. ഓ മൈ ഗാഡ്, ഉണ്ട്. വാട്ട് എ ഫീൽ. പൊളി. അപ്പൊ നമുക്ക് കഴിച്ചാലേക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. എന്നാ കഴിക്കാം. നമ്മുടെ പാൽക്കപ്പ ചൂടോടെ. വയ്യ. ഇത് ഇന്നലത്തെ മീൻകറി കേട്ടോ. അതമ്മ പൊളിച്ചു. ചാറ് മാത്രം മതി അച്ഛന്. ഓ വാട്ട് എ ബ്യൂട്ടി. ഇന്നലത്തെ മത്തിക്കറി. അങ്ങനെയുണ്ടുണ്ടി. ഇങ്ങനെ ആരെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. കപ്പ വെന്ത് പോട്ടെ, ഇനി അത്രയും വേവ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഞങ്ങളത് കഴിച്ചു തീർക്കട്ടെ. പുതിയൊരു വീഡിയോയില് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.